ഹായ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേവ് മോഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വേവ് ഇക്വേഷൻ ഓഫ് വേവ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ കൺസിഡർ ചെയ്തിട്ട് വേവ് മോഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ ലോങ് യൂണിഫോം സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഹാവിങ് ടെൻഷൻ ടി. ഓൺ പ്ലക്കിംഗ് ഓൺ ദിസ്, അതിന് നമ്മളൊന്ന് പ്ലക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്യുക, അതിനൊന്ന് പ്ലക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, അതെങ്ങനെയാണ് അതിൻ്റെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക? ഒരു പൾസിൻ്റെ ഫോമിലാണ് അതിൻ്റെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ വൈബ്രേറ്റിംഗ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ട്രാൻസ്വേഴ്സ് മോഷൻ ഇതല്ലേ, ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ. അതുകൊണ്ടാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ കേസിൽ ഒരു വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ കാണിച്ച ആ വേവാണിത്. അത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കൺസിഡർ ചെയ്യാം. കൺസിഡർ ടു നൈബറിംഗ് പോയിൻറ്റ്സ് P1 ആൻഡ് P2. ഈ ഒരു പോയിൻ്റാണ് P2, ഈ ഒരു പോയിൻ്റാണ് എന്ത്, P1. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. ഒറിജിനിൽ നിന്നും ഈ ഒരു പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്, ഈ ഒരു പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്താണ്, ഡെൽറ്റ എക്സ്. കൺസിഡർ 2 പോയിൻറ്റ്സ് P1 ആൻഡ് P2 സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ടെൻഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദി സ്ട്രിങ്. ടെൻഷൻ എന്താണെന്ന് അറിയാലോ. ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ്. ആ ടെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഈ ഒരു സ്ട്രിങ്ങിൽ യൂണിഫോമാണ്, സ്ട്രിങ് ത്രൂ ഔട്ട്. ഇനി ഈ P1ലും P2ലും ഉണ്ട് എന്താ സംഭവിക്കുന്നത്, ടെൻഷൻസ് ആർ ഡയറക്റ്റഡ് എവേ അറ്റ് ദ എൻഡ് പോയിൻറ്റ്സ് P1 ആൻഡ് P2. ടെൻഷന് P1 നിന്ന് P2ന്നും എവേ ആയിട്ടാണ് പോകുന്നത്. അതാണ് ഈ രണ്ട് ടാൻജൻസ് കാണിക്കുന്നത്. P1 നിന്ന് എവേ ആയിട്ടൊരു ടാൻജൻ്റ് ഉണ്ട്, P2ന്ന് എവേ ആയിട്ടൊരു ടാൻജൻ്റ് ഉണ്ട്. കണ്ടോ, ആ രണ്ട്. അപ്പോൾ എന്താ, ടെൻഷൻ ആർ ഡയറക്റ്റഡ് എവേ ഫ്രം പോയിൻറ്റ്സ് P1 ആൻഡ് P2. ഇനി ഈ രണ്ട് ടാൻജൻസിനെയും ഒന്ന് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അതായത് ഇതിന് രണ്ട് നോർമൽ ഇങ്ങനെ വരയ്ക്കുക. ഈ ഡോട്ടഡ് ലൈൻസ് കാണുന്നുണ്ടല്ലോ, ആ ഡോട്ടഡ് ലൈൻസ് ആണ് എന്ത്, നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ട് നോർമൽ ഇങ്ങനെ വരച്ചത് കണ്ടോ. എന്നിട്ട് ആ നോർമലും നമ്മൾ ടാൻജൻറ്റും ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, θ1. ഈ ടാൻജൻറ്റും നോർമലും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, θ2. ഇനി ഇത് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ തീറ്റൻ്റെ ആയിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കമ്പണൻ്റ് ആണ് എന്ത്, ഇത് ടാൻജൻറ്റ് ടി ആണ്. അപ്പോൾ ടി കോസ് θ2, ഈ മേലോട്ടുള്ള കമ്പണൻ്റ് ടി സൈൻ θ2. ഇനി ഇവിടെ എന്ന് പറയുന്നത് താഴോട്ടാണ്, അപ്പം ഇത് മൈനസ് ടി സൈൻ θ1, ഇതെന്താ, ടി കോസ് θ2 ഇങ്ങോട്ടുള്ളത്. ഓക്കെ, ഇനി റിസൾട്ടൻറ്റ് ഫോഴ്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സിൻ്റെയും സമ്മ്. ഏതൊക്കെ രണ്ട് ഫോഴ്സ്, ഈ ടി സൈൻ ഈ ഒരു ഡയറക്ഷനിൽ വെർട്ടിക്കൽ കമ്പോണൻസ് ആണ് എടുക്കുന്നത്. ടി സൈൻ θ1 ആൻഡ് ടി സൈൻ θ2ൻ്റെ റിസൾട്ടൻ്റ് ആണ്. അതായത് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ മൈനസ് ടി സൈൻ θ1 വരും. അതായത് ടി സൈൻ θ2 മൈനസ് ടി സൈൻ θ1. മനസ്സിലായോ? സിൻസ് θ1 ആൻഡ് θ2 ആർ വെരി വെരി സ്മോൾ, വി കൺസിഡർ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ. സൈൻ തീറ്റ എന്താണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ എക്സ്പ്രഷൻ എങ്ങനെയാവും, എഫ് ടാൻ θ2 മൈനസ് എഫ് ഈക്വൽ ടു ടി ടാൻ θ2 മൈനസ് ടി ടാൻ θ1. ടീനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു, ടി ഓഫ് ടാൻ θ2 മൈനസ് ടാൻ θ1. ഇനി ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫ്, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, നോർമലി ഒരു കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx, അതല്ലേ സ്ലോപ്പ്. ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ dy/dx എന്താ,
ഈ ഒരു കോസ് തീറ്റേനെ എടുത്ത് കൺസിഡർ ചെയ്യുക. ഇവിടെ ഇതാണ് dy ബൈ ഡി എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റ അല്ലേ? അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇവിടെ y ആക്സിസ് എന്താ? സൈ ആണ്. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി സൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റയ്ക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്? ഡി സൈ ബൈ ഡി എക്സ്. ഹിയർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് സൈ എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ്? സൈ എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്ട്രിങ് psi is the function of both position and time. പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഫംഗ്ഷനാണ് എന്ത്? psi. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താക്കുകയാണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വെലോസിറ്റിക്കാണ് നമ്മൾ ഡോ സൈ ബൈ ഡോ ടി എന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ സ്ലോപ്പിന് നമ്മൾ എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ അതെന്തായി? വെലോസിറ്റി ആയി. അപ്പോൾ ടാൻ തീറ്റ 1 ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ്. എക്സിലല്ലേ, മറ്റേത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലാണ് ടാൻ തീറ്റ 2 ഉള്ളത്. അപ്പം ടാൻ തീറ്റ 2 ഈക്വൽ ടു ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മളെ എക്സ്പ്രഷനിൽ. അപ്പോൾ എങ്ങനെ? എഫ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ്. ഓക്കെ, ഇനി പറയുന്നത് നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ലെറ്റ് എം ഈസ് ദ ലീനിയർ ഡെൻസിറ്റി. എം എന്ന് പറയുന്നത് ലീനിയർ മാസ് ഡെൻസിറ്റിയും ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത്തും ആണെങ്കിൽ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എം ഡെൽറ്റ എക്സ് ആണ്. അപ്പം നമ്മളെ സ്ട്രിങ്ങില്ലേ, നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സ്ട്രിങ്, ആ സ്ട്രിങ്ങിൻ്റെ ലീനിയർ മാസ് ഡെൻസിറ്റി എമ്മും ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ലീനിയർ മാസ് ഡെൻസിറ്റി എമ്മും ഡെൽറ്റ എക്സ് അതിൻ്റെ ലെങ്ത്തും ആണെങ്കിൽ എം ഡെൽറ്റ എക്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വെലോസിറ്റി ഡോ സൈ ബൈ ഡോ ടി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആക്സിലറേഷൻ എന്താ? ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എഫിൻ്റെ സ്ഥാനത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഡെൽറ്റ എക്സ് ഡോ സൈ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ടി ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ്. ഇനി ഈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയറിനെ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ടീന് ഇങ്ങോട്ട് കൊണ്ടുവരിക. എം ബൈ ടി ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ഇവരുള്ള ഡെൽറ്റ എക്സിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി. ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇങ്ങനൊരു സാധനം നിങ്ങൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് ഡി സൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡി സൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതാലോ. ഡെൽറ്റ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടേം എന്തായി മാറും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ വേവ് ഇക്വേഷൻ കിട്ടി. എം ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ കിട്ടി? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എം ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. അങ്ങനെ നമ്മളെ കയ്യിലുള്ള വേവ് ഇക്വേഷൻ എന്താ? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 by v square dou square psi by dou t square. Comparing these two equations, we get 1 by v square is equal to m by t, where v is equal to root t by m. This is the expression for velocity. This is the expression for the velocity of transverse wave along a stretched string. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ വെലോസിറ്റിക്കുള്ള ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷനാണ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ എം. പ്രോബ്ലത്തിന് എപ്പോഴും ആവശ്യം വരുന്ന എക്സ്പ്രഷനാണ്. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ എ വൈബ്രേറ്റിംഗ് സെഗ്മെൻറ്റ്. ഇതിങ്ങനെ പോവല്ലേ, അതിലൊരു സെഗ്മെൻറ്റ്, അതായത് ഒരു വേവിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എല്ലും അതിൻ്റെ അപ്പോൾ ഹാഫ് വേവ് ലെങ്ത് അല്ലേ. ഇതിങ്ങനെ വരുമ്പോൾ ഹാഫ് ഇത്രയും കൂടി ആയല്ലേ ഫുൾ വേവ് ലെങ്ത് കിട്ടുള്ളൂ. ദിസ് ഇസ് ഹാഫ് വേവ് ലെങ്ത്, ദറ്റ് ഈസ് ലാംഡ ബൈ 2. അപ്പം ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ വൈബ്രേറ്റിംഗ് സെഗ്മെൻറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 ഓർ ലാംഡ ഈസ് ഈക്വൽ ടു 2L. നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. നമുക്കറിയാം വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ.
അതുപോലെ നമ്മളെ വിക്ക് എന്താ അറിയാം, വി ഈസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ എം അറിയാലോ. ആ വിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി ഈസ് ഈക്വൽ ടു 2NL എന്ന് കിട്ടും. അപ്പം എങ്ങനെ എഴുതാം, 2NL ഈസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ എം, ദറ്റ് ഈസ് N ഈസ് ഈക്വൽ ടു 1/2L റൂട്ട് ടി ബൈ എം. സിമ്പിൾ, ഇത് പീരീഡിൻ്റെ ഫ്രീക്വൻസീൻ്റെ എക്സ്പ്രഷനാണിത്. ഓക്കെ, N ഈക്വൽ ടു 1/2L റൂട്ട് ടി ബൈ എം. നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് പ്ലസ് ടു ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിമിലർ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 1/2L റൂട്ട് എം ബൈ ജി. ഓക്കെ, സെയിം ഫോമിലുള്ള എക്സ്പ്രഷനാണിത്. ഓക്കെ, ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇനി ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ 3 ലോസ് ആണ് അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ലോസ് ഓഫ് വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ് നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മളെ കയ്യിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. നമുക്കറിയാം NL ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ടി ബൈ എം. നമുക്ക് എന്നിൻ്റെ എക്സ്പ്രഷൻ ഇല്ലേ, അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, NL ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് ടി ബൈ എം. അതിൽ നിന്ന് ഫസ്റ്റ് ലോ കാണിക്കുന്നത്, പ്രൊവൈഡഡ് ഇതിൽ ടെൻഷൻ ടി ആൻഡ് ലീനിയർ ഡെൻസിറ്റി എം ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ടെൻഷൻ ടിയും ലീനിയർ ഡെൻസിറ്റി എം ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയി. 1/2 കോൺസ്റ്റൻ്റ് ആണ്, ടി കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്. ദെൻ NL ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതാണ് ഫസ്റ്റ് ലോ. ഓക്കെ, ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, അപ്പോൾ ഇതെങ്ങനെ എഴുതണം, ഫസ്റ്റ് ലോൻ്റെ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് എഴുതണം, we have NL equal to 1/2 root T by M provided tension T and linear density M are kept constant. The fundamental frequency of vibration of a stretched string is inversely proportional to length of the vibrating segment. N is inversely proportional to 1/L. അതാണ് ഫസ്റ്റ് ലോ. അപ്പോൾ നിങ്ങൾ ഈ 3 ലോ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം വെച്ചാൽ, ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ച് വെക്കുക. ഫസ്റ്റ് ലോയിൽ എന്താണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്, ഫസ്റ്റ് ലോയിൽ എന്താ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്, ടെൻഷനും കോൺസ്റ്റൻ്റ് ആണ്, എം എന്താണ്, ലീനിയർ ഡെൻസിറ്റിയും കോൺസ്റ്റൻ്റ് ആണ്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത് N/√2 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. N/√2 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതെങ്ങനെയാണ് വരുന്നത്, the fundamental frequency of vibration of a stretched string is directly proportional to the square root of the tension. Square root of the tension provided, ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റൻറ്റ്, ഇത് ഈ എക്സ്പ്രഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, N-ഉം √2 ആണ് വരുന്നത്. അപ്പോൾ ബാക്കി ടേംസ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് പ്രൊവൈഡഡ് ലെങ്ത് ആൻഡ് ലീനിയർ മാസ് ഡെൻസിറ്റി എല്ലും എമ്മും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ N/√2 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. തേർഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പോലെ തന്നെ വരും, N√m. അതായത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ വൈബ്രേറ്റിംഗ് സെഗ്മെൻറ്റ് പ്രൊവൈഡഡ് എന്തൊക്കെയാണ്, ടെൻഷൻ ടി ആൻഡ് ദി ലെങ്ത് ഓഫ് ദി വൈബ്രേറ്റിംഗ് സെഗ്മെൻറ്റ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ 3 ലോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ച് വെക്കുക, ഏത് ടേമാണ് കോൺസ്റ്റൻ്റ് ആവുന്നതെന്ന് പഠിച്ച് വെച്ചിട്ട് സ്വന്തം വേർഡ്സിൽ എഴുതുക. ഓക്കെ, ഈ ലോ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു ചെറിയ കുഞ്ഞു ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ദാറ്റ് ഈസ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. ഇതാണ് നമ്മളെ വേവ് ഇക്വേഷൻ. ഡോ² ψ/x² ഈക്വൽ ടു 1/v², ഡോ² ψ/t². ഇതല്ലേ നമ്മളെ വേവ് ഇക്വേഷൻ. ഇനി നമ്മളിതിൻ്റെ സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻസ് വരിക? ഇതൊരു 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സൊല്യൂഷൻസ് പറയുന്നത്, ഇതൊരു സിമ്പിൾ ഹാർമോണിക്കലി വൈബ്രേറ്റ് ചെയ്യുന്ന, അപ്പം എന്തുണ്ടാവും, ഒരു കോസ് ടേം ഉണ്ടാവും, ഒരു സൈൻ ടേം ഉണ്ടാവും. അപ്പോൾ അതിന് ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, അതായത് ഒരു ψ ഈക്വൽ ടു എ സൈൻ kx മൈനസ് ഒമേഗ ടി ഒരു സൊല്യൂഷനാണ്, ψ ഈക്വൽ ടു എ കോസ് kx മൈനസ് ഒമേഗ ടി ഒരു സൊല്യൂഷനാണ്. അപ്പോൾ കോസിൻ്റെയും സൈൻ്റെയും ടേം വരുന്നത് നമുക്ക് ജനറലായിട്ട് അതിൻ്റെ സൊല്യൂഷൻ പറയാം. ψ ഈക്വൽ ടു എ e⁻i kx മൈനസ് ഒമേഗ ടി അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ എബവ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ψ ഇൻറ്റു എഫ് ഓഫ് kx മൈനസ് ഒമേഗ ടി പ്ലസ് ജി ഓഫ് kx പ്ലസ് ഒമേഗ ടി. 2 ഫംഗ്ഷൻ, എഫിൻ്റെ ജീൻ്റെ 2 ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്.
ഇവിടെ എന്താ എഫ് ഓഫ് എക്സ് കെ എക്സ് മൈനസ് ഒമേഗ ടീൻ്റെയും ജി ഓഫ് കെ എക്സ് പ്ലസ് ഒമേഗ ടീൻ്റെയും ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്? എഫ് ഓഫ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ദ വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷനും ജി ഓഫ് കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസും ആണ്. ഓക്കെ, ഇൻ ദിസ് കേസ് കെ എക്സ് ആൻഡ് ഒമേഗ ടി ആർ സെയിം സൈൻ. ഇവിടെയോ കെ എക്സ് ആൻഡ് ഒമേഗ ടി ആർ ഓഫ് ഡിഫറെൻറ്റ് സൈൻ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇനി 3 ഡയമെൻഷണൽ വേവിൻ്റെ കേസിൽ ജനറൽ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? സൈ ഇൻറ്റു, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സൊല്യൂഷന് നേരെ വരും. നേരത്തെ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? എ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ആയിരുന്നില്ലേ? അതിൻ്റെ ഇവിടെ എന്താവും അതിൻ്റെ സൊല്യൂഷൻ? ഐ ഇൻറ്റു കെ എക്സ് എക്സ് പ്ലസ് കെ വൈ വൈ പ്ലസ് കെ സെഡ് സെഡ് മൈനസ് ഒമേഗ ടി. അതായത് ഇതെന്താണ്? ഒരു ആർ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്റ്റർ ഉണ്ട്. ആർ ഈക്വൽ ടു എക്സ് ഐ ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. അതിനെ കെ എക്സ് എക്സ് പ്ലസ് കെ വൈ അങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു റിസൾട്ടൻ്റ് അല്ലേ ഇത്? അതിനെങ്ങനെ ഇതാ എ ഇൻറ്റു ഐ എ ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ആണ് എന്തിൻ്റെ ജനറൽ സൊല്യൂഷൻ? ഒരു 3 ഡയമെൻഷണൽ വേവിൻ്റെ കേസിലുള്ള ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റ് ടെക്സ്റ്റിൽ ജസ്റ്റ് പറയുന്നുണ്ട്, ഫിഗറൊക്കെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത്രയും മതി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വേവ് പഠിച്ചു, വേവ് മോഷൻ പഠിച്ചു, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് പഠിച്ചു, പിന്നെ അതിൻ്റെ ലോസ് പഠിച്ചു, വേവ് മോഷൻ, 1 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആൻഡ് ഡെറിവേഷൻ ആൻഡ് സൊല്യൂഷൻ ഓഫ് ഇറ്റ്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്റർ. ഇനി ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. വി ക്യാൻ ഡിസ്കസ് പ്രോബ്ലം ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.